പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ വിജയത്തിനായി ഇടതുമുന്നണി പ്രവർത്തകരുടെ ഭവന സന്ദർശനം ആരംഭിച്ചു. ആറന്മുളയിൽ മുൻ എംഎൽഎ എ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി. ആറന്മുളയിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ സുജു ടി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തോമസ് ഐസക്കിനെ വിജയിപ്പിക്കണം എന്ന് പറയുന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് വേണ്ടിയുള്ള പ്രചരണത്തിലാണ് ഇടത് ക്യാമ്പിലെ പ്രവർത്തകർ മുഴുവൻ. ഇപ്പോൾ നമ്മോടൊപ്പം മുൻ എംഎൽഎ എ പത്മകുമാറുണ്ട്. അദ്ദേഹം ആറന്മുളയിൽ വീടുകൾ സന്ദർശിക്കുകയും കടകളൊക്കെ സന്ദർശിച്ചുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ചോദിക്കാം, വലിയൊരു ആവേശമാണ് തോന്നുന്നു തോമസ് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ടയിൽ. അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതോടുകൂടി നമ്മുടെ പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളാകെ ആവേശത്തിലാണ്. ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടാവ് വി.എം.എസ്. നമ്പൂതിരിപ്പാടാണെങ്കിൽ ഈ കാലഘട്ടത്തിനനുസൃതമായി കേരളത്തെ വളർത്തിയെടുക്കാൻ, കേരളത്തെ മാറ്റിമറിക്കാൻ ജനകീയാസൂത്രണവും അതുപോലെ തന്നെ സാക്ഷരതാ പ്രവർത്തനം ഉൾപ്പെടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുൻകൈയെടുത്തത് തോമസ് ഐസക്കാണ്. കേരള ചരിത്രം മാറ്റിക്കുറിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് പത്തനംതിട്ടയിൽ അദ്ദേഹത്തെ കിട്ടുമ്പോൾ ഈ പത്തനംതിട്ട ജില്ലയുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾക്ക് മാറ്റമുണ്ടാവും എന്ന് ഞങ്ങൾ കരുതുകയാണ്. കഴിഞ്ഞ നിരവധി കാലമായി പത്തനംതിട്ടയിൽ ഒരു എം പി ഉണ്ട് എന്നുള്ളത് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. ഈ വീട്ടിലോട് കയറി സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ഇത് നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ രവീന്ദ്രൻ നായരാണ്. അദ്ദേഹത്തോട് തോമസ് ഐസക്കിന് വേണ്ടി ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. എത്ര പ്രാവശ്യം വന്നു, അദ്ദേഹം ഇവിടെ വന്നിരുന്നല്ലോ. അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹം ഇവിടെ വന്നിരുന്നു, ഇവർ തമ്മിൽ കണ്ടിരുന്നു. എല്ലാ പിന്തുണയും നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. മൈഗ്രേഷൻ കോൺക്ലേവിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആളുകൾക്കൊക്കെ തൊഴിൽ നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചോ? ആ മൈഗ്രേഷൻ കോൺക്ലേവ് നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം എന്താ? സാധാരണ നിലയ്ക്ക് ഒരു സെമിനാർ നടത്തി അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിൽ അവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ 50,000-ലധികം വരുന്ന ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള പുതിയ സംവിധാനത്തെ പറ്റിയാണ് അദ്ദേഹം ആലോചിച്ചത്. അങ്ങനെ വിവിധങ്ങളായ നൂതനങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തോമസ് ഐസക്കിനെ കൊണ്ടേ കഴിയൂ എന്നുള്ളത് നാട്ടുകാർ തിരിച്ചറിയുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം വോട്ടിങ്ങിലുണ്ടാവും. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഡോക്ടർ തോമസ് ഐസക് പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതുതന്നെയാണ് ഇടത് ക്യാമ്പിലെ എല്ലാ പ്രവർത്തകരുടെയും വിശ്വാസം. പുതിയ പത്തനംതിട്ട ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിലൂടെ സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെയാണ് LDF-ലെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം. പത്തനംതിട്ട ആറന്മുളയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.